സുഹൃത്തുക്കളെ, സെന്റ് തോമസ് കോളേജ് കോഴഞ്ചേരി ബദാം മരത്തണലിൽ എന്ന പേരിൽ ഗ്ലോബൽ അലുമിനി മീറ്റ് നടത്തിയതിൻ്റെ ഉദ്ഘാടന പ്രസംഗം അഭിവന്യ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ നിർവഹിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ വിക്ടർ തോമസ്, ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ജോർജ് കെ അലക്സ് സാർ, ആദരണീയനായ പ്രൊഫസർ പി ജെ കുര്യൻ സാർ, പ്രിയപ്പെട്ട വികാരി ജനറൽ ഡോക്ടർ ജോർജ് മാത്യു അച്ഛൻ, ട്രഷറർ ജോർജ് ജോസഫ്, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഗുരുനാഥന്മാരെ, മുൻ പ്രവർത്തകരെ, അലുമിനി മെമ്പേഴ്സ്, ഈ കോളേജിൻ്റെ സ്റ്റാഫ്, എല്ലാവർക്കും സ്നേഹമസൃണമായ ഒരു പ്രഭാതം ആശംസിക്കുന്നു. ഓർമ്മകളാണ് എപ്പോഴും മനുഷ്യനെ നിലനിർത്തുന്നത്. ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തെ ദ്യോതിപ്പിക്കുമ്പോൾ ഓർമ്മകളുടെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ വരികയാണ്. ആ വെളിച്ചമാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ തെളിമയുള്ളതാക്കി തീർക്കുന്നത്. ജീവിതത്തെ കൂടുതൽ തെളിമയാക്കുന്ന പ്രകാശം നമ്മുടെ കണ്ണുകളിൽ കൂടുതൽ ലഭ്യമാകുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇവിടെ കൂടി വന്നിരിക്കുകയാണ്. ഈ സുന്ദര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് എനിക്കും വീണ്ടും കിട്ടിയ അവസരം പോലെ ലഭിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഈ ശുശ്രൂഷ നിർവഹിക്കേണ്ടുന്നത് സഭയുടെ സഫകൻ മെത്രാപ്പൊലീത്ത തിരുമേനിയായിരിക്കുന്ന ജോസഫ് മാർ ബർന്നബാസ് സഫകൻ മെത്രാപ്പൊലീത്ത തിരുമേനിയാണ്. എന്നാൽ തിരുമേനിക്കുന്ന അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകേണ്ടതുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട ജോർജ് അലക്സ് സാറും എൻ്റെ വന്യ ഗുരുനാഥന്മാരും ഒക്കെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിട്ട് പോലും അത് കുറച്ചുകൂടെ മാറ്റി നിർത്തുകയും അതിനുശേഷം അവിടെ പങ്കെടുക്കുന്ന ആളുകളുടെ എല്ലാ വിമർശനങ്ങളും കേൾക്കുവാനും തയ്യാറായി ഇന്നിവിടെ വരുന്നതിന് ഇടയായി തീർന്നു. ഇതൊരു ജീവിത നിയോഗമായി കാണുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സിന് പ്രകാശം നൽകുന്ന, നമ്മുടെ ജീവിതത്തിന് ദിശാബോധം നൽകുന്നത് നമ്മുടെ കലാലയവും കലാലയത്തിലെ അധ്യാപകരുമാണ്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് 13ാം നൂറ്റാണ്ടിലെ ഒരു സൂഫി സെയിന്റായ ജലാലുദ്ദീൻ മുഹമ്മദ് റൂമിയുടെ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അദ്ദേഹം ഒരു സൂഫി സെയിന്റ് ആണ്. നല്ല ദാർശനികതയുടെ പാരമ്യത്തിലെത്തുവാനുള്ള എല്ലാ ദർശനക്ഷമതയും ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത്, the light that you see on your eyes is the light that you will see from your mind. ഈ ഗ്രീക്കുകാരോട് ചോദിച്ചാൽ ഗ്രീക്കുകാർ പറയും, മൈൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ചിന്താമണ്ഡലത്തിൻ്റെയും നമ്മുടെ ഹൃദയമണ്ഡലത്തിൻ്റെയും സമഞ്ജസമായ സമ്മേളനത്തിൻ്റെ ഇടമാണ്. അങ്ങനെ ഹൃദയമണ്ഡലത്തിലും നമ്മുടെ ചിന്താമണ്ഡലത്തിലും പ്രകാശം കത്തിക്കുവാൻ ഈ കലാലയത്തിലൂടെ അധ്യാപകർക്ക് സാധിച്ചതുകൊണ്ടാണ് നമുക്കിന്ന് ലോകത്തിൽ പല സ്ഥലത്തും പ്രകാശം പരത്തുവാനായിട്ട് കഴിയുന്നത്. അതാണ് എനിക്ക് രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാമർശം എന്നെ വളരെ സ്വാധീനിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത് ഇപ്രകാരമാണ്, ഡോണ്ട് യു നോ യെറ്റ് ഇറ്റ് ഈസ് യുവർ ലൈറ്റ് that light the world. താങ്കൾക്കറിയില്ലേ, താങ്കളുടെ പ്രകാശമാണ് ഈ പ്രകാശത്തെ, ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്നത്. ഇത് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിന്റെ അലുമിനി മീറ്റാണ്. ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഈ കോളേജിൽ നിന്ന് ലഭിച്ച പ്രകാശത്തിന്റെ കിരണങ്ങളുമായി പല സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന വൈദിക ഗണങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു സംഗമമാണിത്. അതുകൊണ്ട്
ഈ പ്രകാശത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നതിനും സന്തോഷിക്കുന്നതിനും പരമാനന്ദത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിനും ഇന്നത്തെ പകൽക്കാലം സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നോക്കുമ്പോൾ എൻ്റെ വന്യ ഗുരുനാഥന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. എന്നെ മുൻപോട്ട് നോക്കുമ്പോൾ എൻ്റെ വന്യ ഗുരുനാഥന്മാർ ഇരിപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ കാണുന്നത് മോഹൻ സാറിനെയാണ്. പെട്ടെന്ന് പുറകോട്ട് നോക്കുമ്പോൾ കാണുന്നത് റോയ്സ് മല്ലശ്ശേരി സാറിനെയും പ്രിയപ്പെട്ട അച്ഛനെയുമാണ്. അങ്ങനെയെങ്കിൽ ഈ കോളേജ് വ്യക്തിപരമായി എനിക്ക് എൻ്റെ ഉള്ളിൽ നൽകിയ, എൻ്റെ ഹൃദയമണ്ഡലത്തിലും എൻ്റെ ബുദ്ധിമണ്ഡലത്തിലും നൽകിയ പ്രകാശത്തിൻ്റെ തീവ്രത വളരെ വലുതാണ്. ഇത് തന്നെ ആയിരിക്കും ഇവിടെയുള്ള എല്ലാവർക്കും പറയുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ പ്രകാശം എങ്ങനെ അതിൻ്റെ ദീപ്തിയുടെ പാരമ്യത്തിൽ മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ ആ പ്രകാശത്തിൽ നിന്ന് മറ്റുള്ളവർ പ്രകാശിക്കുകയും ആ പ്രകാശത്തിന്റെ പ്രതിഫലമായി നമുക്ക് ദൈവവും മറ്റുള്ളവരും നൽകുന്ന പ്രതിഫലങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ കൂടുതൽ നന്മയ്ക്കും അതിന്റെ മുന്നോട്ടുള്ള ഗമനത്തിനും പ്രയോജനപ്പെടുപ്പിക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ദർശനത്തിന്റെ, ഈ കുടിവരവിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഞാൻ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ പോലീസിന്റെ ചീഫിനെ കാണുന്നതിന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് ഇടയായി. ആ സമയത്ത് അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടെ പറഞ്ഞു, ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നതിന് എനിക്ക് സഹായകരമായത് ഞാൻ പഠിച്ച സ്കൂളും, അതൊരു കാത്തലിക് സ്കൂളാണ്. ആ കാത്തലിക് സ്കൂളിലെ എൻ്റെ അധ്യാപകരും അധ്യാപകരിൽ പ്രധാനികളായിരിക്കുന്ന അച്ഛന്മാരുമാണ് എന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷം തോന്നി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ബിഷപ്പ് ഒരു കാര്യം ചെയ്യണം, ബിഷപ്പിന്റെ സ്ഥാപനങ്ങളിലുള്ള എല്ലാ പഠിച്ചിട്ടുള്ള അലുമിനിയെയും ടീച്ചേഴ്സിനെയും വർഷത്തിലൊരിക്കൽ വിളിച്ചു കൂട്ടണം. വർഷത്തിലൊരിക്കൽ വിളിച്ചു കൂട്ടിയിട്ട് അവരായിരിക്കണം നിങ്ങളുടെ പോളിസി കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഫിനാൻഷ്യൽ സപ്പോർട്ടിംഗ് മെഷീനായിട്ട് തീരേണ്ടുന്നതും. ഒപ്പം തന്നെ ഈ ലോകത്തിൽ ലഭ്യമാകുന്ന എല്ലാ ജ്ഞാനസങ്കേതങ്ങളുടെ ഉറവുകളിലേക്ക് സ്ഥാപനത്തെ കൊണ്ടെത്തിക്കുന്നതിനും ഇടയാകുന്നത് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട നായർ സാർ ഉൾപ്പെടെ, പ്രിയപ്പെട്ട കുര്യൻ സാർ ഉൾപ്പെടെ, ഇവിടെ ഇരിക്കുന്ന റൂബൽ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ വിവിധ യൂണിവേഴ്സിറ്റികളിലും വിവിധ ലോക ക്രമത്തിലുള്ള യൂണിവേഴ്സിറ്റികളുമായി ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് നെറ്റ്വർക്കിംഗ് ഓഫ് അക്കാഡമിക് എക്സ്പെർട്ടീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഈ ഒരു കൂടിവരവ് സഹായകരമായി തീരുമെങ്കിൽ അതിലൂടെ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കലാലയം ഒരു ഇന്റർനാഷണൽ അക്കാഡമിക് പ്രിഫറൻസിലേക്ക് ഉയരുവാൻ കഴിയും എന്നുള്ളതാണ്. ഈ മീറ്റിലൂടെ അത് സാധ്യമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇറ്റ് ഈസ് യുവർ ലൈറ്റ് ദാറ്റ് ലൈറ്റ് ദ വേൾഡ്. ഇനി ഒരു കൊച്ചു ചിന്തയോടെ പറഞ്ഞ് എന്റെ മുമ്പിലുള്ള എന്റെ ഉത്തരവാദിത്വം എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ട് ഈ വേദി വിടണം എന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ഏത് വിധേനയുള്ള ശരവും പല കോണുകളിൽ നിന്നും ഞാൻ പ്രോഗ്രാമിൽ താമസിക്കുമ്പോൾ ഉണ്ടാകാം അതിന്റെ ആപത്ത് അനുഭവിക്കേണ്ടുന്ന ഒരു ദുരവസ്ഥയും എനിക്കുണ്ട് എന്നുള്ള പൂർണ്ണബോധ്യമുള്ളത് കൊണ്ട് ഒരു ചിന്തയോടെ പറഞ്ഞു നിർത്താം. പ്രസിദ്ധനായ ചിത്രകാരനാണല്ലോ, പെയിന്ററാണല്ലോ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പാബ്ലോ പിക്കാസോ ഓർമ്മപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ദ മീനിങ് ഓഫ് യുവർ ലൈഫ് ഈസ് ടു ഫൈൻഡ് യുവർ ഗിഫ്റ്റ് ആൻഡ് ദ പർപ്പസ് ഓഫ് ലൈഫ് ഈസ് ടു ഗിവ് ദാറ്റ് ഗിഫ്റ്റ് ഫോർ അതേഴ്സ്. വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ്? ഏത് ഗിഫ്റ്റാണ് നമുക്ക് ഈ കലാലയത്തിൽ നിന്ന് കിട്ടിയത്? നമ്മുടെ കർത്തവ്യ മാർഗം എങ്ങനെ നിർവഹിക്കണം എന്നുള്ള ബോധന പ്രക്രിയ നമുക്ക് ലഭിച്ചത് ഈ കലാലയത്തിൽ നിന്നാണ്. മനുഷ്യന് അവന്റെ കർത്തവ്യ മാർഗത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന ബോധന പ്രക്രിയയാണല്ലോ വിദ്യാഭ്യാസം. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്തവ്യം എങ്ങനെ നിർവഹിക്കണം എന്ന ബോധ്യം നമുക്ക് ലഭിച്ചത് ഈ സ്ഥലത്ത് നിന്നാണ്. അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്നവരും എന്റെ പിൻപിലിരിക്കുന്നവരും ലോകത്തിന്റെ ഏത് സ്ഥലത്ത് ഔന്നത്യത്തിലേക്ക് പ്രവേശിച്ചാലും ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക്
ഈ സ്ഥാപനത്തിലൂടെ നമ്മുടെ വന്യ ഗുരുനാഥന്മാരുടെ കൂടെയും ഗുരുനാഥരുടെ കൂടെയും നമുക്ക് ലഭിച്ച ഈ ഒരു ആത്മപ്രകാശം ഉണ്ടല്ലോ. ആ ആത്മപ്രകാശം നമ്മെ നയിച്ചത് നമ്മുടെ കർത്തവ്യ മാർഗത്തിലേക്ക് നമ്മെ എത്തിക്കുവാനുള്ള വലിയ ഊർജമായി പരിണമിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കർത്തവ്യം കൃത്യതയോടുകൂടെ നിർവഹിക്കുവാൻ നമുക്ക് ലഭിച്ച ഓരോരോ ചെറിയ സ്ഥാനങ്ങളിൽ ഇടയായതുകൊണ്ടാണ് നമ്മൾ ഇന്നൊക്കെ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നത്. ഈശ്വര കൃപയും ദൈവകൃപയും ഒപ്പം തന്നെ നമ്മുടെ കർത്തവ്യങ്ങളുടെ നിർവഹണം നിർവഹിച്ചത് കൊണ്ടാണ് എത്തിച്ചേർന്നത്. അങ്ങനെയെങ്കിൽ the greatest gift that we enjoy today is the gift that we receive from this institution. So what should we give back to this institution to elevate its status to an international academic preference? അങ്ങനെ ഉയരണമെങ്കിൽ നമുക്കറിയാം, ഈ പഴയകാല കോഴ്സുകളും പഴയകാല ചിന്താധാരകളും ബോധ്യങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പരിതസ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, ലോക ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യന്റെ മനസ്സിനെയും മനുഷ്യന്റെ ഐഡിയയെയും സ്വാധീനിക്കുന്നത് അവന്റെ യുക്തിയല്ല, അതിനപ്പുറമായി ചില മെഷീനുകളാണ് എന്ന് കാണുന്ന യാഥാർത്ഥ്യം സഫലമായി കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ യാഥാർത്ഥ്യം നിലനിൽക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ പണ്ട് 53 തുടങ്ങിയ രീതിയിൽ പോകണം എന്ന് വിചാരിച്ചാൽ ഒരു പക്ഷേ ഇത് നടന്നു എന്ന് വരില്ല. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഹൗ ക്യാൻ വി പൂൾ ദ എക്സ്പെർട്ടീസ് ഓഫ് ആർ അലുമിനി ഫോർ ഓർഗനൈസിംഗ് ആൻഡ് ചോക്കിംഗ് ഔട്ട് ദ ഫ്യൂച്ചർ പ്ലാൻസ് ഫോർ ദിസ് അൽമ മാറ്റർ? അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, പ്രിയ അച്ഛന്മാരെ, പ്രിയ പൗരപ്രമുഖരെ, എൻ്റെ വന്യ ഗുരുനാഥന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സാറ്, പ്രിയപ്പെട്ട ഏറ്റവും ആദരണീയനായ കുര്യൻ സാറ്, ഇവരോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ദിസ് ലൈഫ് ഈസ് എ ചാൻസ്. എയിം അറ്റ് ദ ഹയസ്റ്റ്, സീക്ക് ഫോർ ദ ഹയസ്റ്റ്, ദെൻ യു ഷാൽ റീച്ച് ദ ഹയസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ദിസ് gathering is a chance. So aim at the highest, seek for the highest, then we can achieve the highest. The grace of God always will be brood over us. അതിന് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ കൂട്ടായ്മയും എൻ്റെ കരുതലും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ മീറ്റിംഗ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൻ്റെ മഹത്വത്തിനും ഈ സ്ഥാപനത്തിൻ്റെ നന്മയ്ക്കും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനും പൊതു നന്മയ്ക്കുമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ